ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ് കേട്ടോ. ഞാൻ വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ എല്ലാവരും എന്നും പതിവാക്കേണ്ട ഒരു ദിക്റാണ് കേട്ടോ. ഈ ഒരു ദിക്റ് ചൊല്ലിയാൽ നമ്മൾ എന്തൊരു പ്രയാസം കൊണ്ടാണോ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, എന്തൊരു എന്താ പറയുക പ്രയാസം കൊണ്ടാണോ നമുക്ക് ബേജാറും വിഷമവും പ്രയാസവും എന്താ പറയുക ഒരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് ആകെപ്പാടൊരു എന്താ പറയുക ഒരു വെപ്രാളമായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ദിക്റ് നമ്മൾ രാവിലെയും വൈകുന്നേരം 7 തവണ പതിവാക്കുകയാണെങ്കിൽ പിന്നെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മൾ റബ്ബിലേക്ക് തവക്കലാക്കുകയാണ്. നമ്മളെല്ലാ ഭാരങ്ങളും നമ്മൾ റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു ദിക്റ് നമ്മളില്ലേ ഏറ്റവും ചുരുങ്ങി നമ്മൾ 7 തവണയെങ്കിലും രാവിലെയും വൈകുന്നേരം സുബഹിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെല്ലുകയാണെങ്കിൽ 7 തവണ ചെല്ലുകയാണെങ്കിൽ നമ്മളെല്ലാ പ്രയാസം, നമ്മൾ എന്തുകൊണ്ടാണ് പ്രയാസം, മക്കളെ കൊണ്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് രീതിയിലുള്ള പ്രയാസം റബ്ബ് നമുക്ക് തന്നാലും ഇല്ല, അതിനുള്ളൊരു വഴി റബ്ബ് നമുക്ക് കാണിച്ചു തരും. പിന്നെ അതേപോലെ പ്രയാസങ്ങളും അതേപോലെ വിഷമങ്ങളും ദുഃഖങ്ങളും ബേജാറും വെപ്രാളും ഞെരുക്കങ്ങളും ഏത് കാര്യം കൊണ്ടാണ് നമ്മൾ പ്രയാസപ്പെടുന്നത് ആ ഒരു വിഷമം പ്രയാസം നമുക്ക് റബ്ബ് തരൂല. ഈ ഒരു ദിക്ർ നമ്മൾ രാവിലെ ചൊല്ലിയാൽ അന്നത്തെ ദിവസം നമുക്കൊരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള വഴി റബ്ബ് എന്താ പറയുക തുറന്നു തരും. പിന്നെ അതേപോലെ നമ്മളെ മനസ്സിനെ അലട്ടുന്ന എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അപ്പം തന്നെ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ആ ദിക്റാണ് കേട്ടോ. ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാണല്ലോ നമ്മളെ കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് ഏൽപ്പിച്ചാൽ നമ്മുടെ മനസ്സ് എന്താ പറയുക, മനസ്സ് ചില സമയത്തൊക്കെ മനസ്സ് പൊട്ടിപ്പോകുന്ന എന്താ ചെയ്യുമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയുള്ള വിഷമം ഉണ്ടാവില്ലേ. പിന്നെ പല രീതിയിലും പലർക്കും പല രീതിയിലൊക്കെ ഉണ്ടാകും. ചില ആൾക്ക് ഭർത്താക്കന്മാരെ കൊണ്ടായിരിക്കും, ഭാര്യമാരെ കൊണ്ടായിരിക്കും, മക്കളെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് രോഗം കൊണ്ടായിരിക്കും. എന്താണെങ്കിലും റബ്ബ് ഈ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരം നമ്മൾ പതിവാക്കണല്ലേ. നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിഷമം നമുക്ക് റബ്ബ് തരൂല. ഇതാണ് ആ ദിക്ർ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്ര വലിയ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാനുള്ള ദിക്റാണ്. അത് നമ്മൾ എന്ത് ചെയ്യാറ്, രാവിലെയും വൈകുന്നേരം നിങ്ങൾ 7 തവണയെങ്കിലും പതിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല ഒഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിലല്ലേ ഒരു 101 തവണ ഒന്ന് പതിവാക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവരെന്തൊക്കെ അറിയാം, രാവിലെ 7 തവണ വൈകുന്നേരം 7 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത എന്തൊരു വെപ്രാളം, എന്ത് ടെൻഷൻ കൊണ്ടാണോ ബേജാറ്, എന്ത് ടെൻഷൻ കൊണ്ടാണോ വെപ്രാളം എന്നുള്ളത് ആ ഒരു കാര്യം അപ്പം നമ്മളിന്ന് എടുത്ത് കളയും. അതേപോലെ താങ്ങാനുള്ള എന്ത് പ്രതിസന്ധിയാണെങ്കിൽ ആ താങ്ങാനുള്ളത് മറികടക്കാനുള്ളൊരു പിന്നെ ഒരു വഴി റബ്ബ് നമുക്ക് കാണിച്ചു തരും. അപ്പം നിങ്ങളെല്ലാവരും പതിവാക്കുക കേട്ടോ. അതേപോലെ തന്നെ റമദാൻ മാസമൊക്കെയാണ് വരുന്നത്, എല്ലാവരും ദുആ ഉൾപ്പെടുത്തണം. പിന്നെ എൻ്റെ ദുആ നിങ്ങളെല്ലാവരും ഉണ്ടാവും. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ ദുഃഖങ്ങളും മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും എന്ത് ബേജാറുണ്ടെങ്കിലും എന്ത് വെപ്രാളം ഉണ്ടെങ്കിലും അല്ലാഹു തീർത്ത് തരട്ടെ, ആമീൻ. അതേപോലെ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു നല്ല സ്വാലിഹത്തായ മക്കളെ കൊടുക്കട്ടെ. അതുപോലെ ഭർത്താക്കന്മാരെ കൊണ്ടാണെങ്കിലും ഭാര്യമാരെ കൊണ്ടാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പൊരുത്തക്കേടോ വിഷമമോ ഉണ്ടെങ്കിൽ അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി അല്ലാഹു നല്ലൊരു ഹൈറായ ജീവിതം നൽകട്ടെ. അപ്പം അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ടാണെങ്കിലും ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ടാണെങ്കിലും മക്കളുടെ ദുസ്വഭാവം കൊണ്ടാണ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല. പുറത്ത് വരെ പറയാൻ പറ്റാതെ എന്താ പറയുക മറ്റുള്ളവർ പറഞ്ഞാൽ നാണക്കേടാണെന്ന് വെച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. അത്തരം ആളുകൾക്ക് അത്തരം അവസ്ഥയിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകട്ടെ. പിന്നെ അതേപോലെ എല്ലാവരും പിന്നെ ദുആ ഉൾപ്പെടുത്തുക. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ പിന്നെ മാഷാ അല്ലാഹ് എന്നോ അൽഹംദുലില്ലാ എന്നോ അല്ലാഹു അക്ബർ എന്നോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് നല്ലതായി തോന്നിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ച് കൊടുച്ചാൽ അതിൻ്റെ ഫലം കൊണ്ട് റബ്ബ് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് അല്ലാഹു മാറ്റിത്തരും. പിന്നെ അതുപോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.